ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൽ നമുക്ക് വിക്രത്തിനെതിരെ എല്ലാ തെളിവുകളുമായിട്ട് എല്ലാവരും നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ രാജേട്ടൻ്റെ അടുത്ത് എത്തിയിട്ട് പറയുകയാണ് കേട്ടോ, രാജേട്ടാ ഞാനല്ല ഇത് ചെയ്തിരിക്കണമെന്ന് രാജേട്ടൻ അറിയാമല്ലോ, രാജേട്ടൻ്റെ കൂടെ ആയിരുന്നല്ലോ ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരാളെ സംശയമുണ്ട്, അയാളെ പൊക്കിക്കഴിഞ്ഞാൽ എല്ലാം ചെയ്തത് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയാൻ പറ്റുമെന്ന് പറയും കേട്ടോ. അപ്പോൾ രാജേട്ടൻ ചോദിക്കുന്നുണ്ട് ആരാണെന്ന് പറയും. പുളിക്കനെ നമുക്കൊന്ന് പൊക്കണം, അവനെ പൊക്കി അവനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് നമ്മുടെ വിക്രം രാജേട്ടനോട് പറയാം കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറയണേ ശരി, നിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട്, എന്ത് വന്നാലും നമ്മൾ പുളിക്കനെ പൊക്കുമെന്ന് പറയും കേട്ടോ. അങ്ങനെ ഇവർ പുളിക്കനെ അന്വേഷിച്ച് പോകുമ്പോൾ പുളിക്കൻ രാത്രിയിൽ ഇങ്ങനെ വഴിയൂടെ നടന്നു വരുന്നത് കാണാൻ കേട്ടോ. കാണുന്ന വഴിക്ക് തന്നെ പുളിക്കനെ പിടിക്കാനായിട്ട് വിക്രമും കൂട്ടുകാരൊക്കെ പുറകെ ഓടുന്നുണ്ട്. പുളിക്കൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് എങ്ങനെയോ വിക്രത്തിൻ്റെ കയ്യിൽ പുളിക്കൻ വന്ന് പെടുകയാണ് കേട്ടോ. അപ്പോൾ പുളിക്കനെ തല്ലി ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പുളിക്കൻ പറയും, എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയാൻ വിക്രം, എന്നൊന്നും ചെയ്യില്ല, ഞാൻ നിരപരാധിയാണ്, എല്ലാം അവരാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നൊക്കെ വിക്രത്തിനോട് പുളിക്കൻ പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടി പുളിക്കൻ ഇങ്ങനെ ചാരി ഒരു മതിലുമേ ഇരിക്കുന്ന സമയത്ത് അവിടെ കിടന്ന് കുറച്ച് പൂഴിമണ്ണ് വാരി അവരുടെ കണ്ണിലേക്ക് എറിഞ്ഞിട്ട് പുളിക്കൻ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ പുളിക്കൻ ഇവരുടെ കയ്യിൽ കിട്ടാതെ പുളിക്കൻ രക്ഷപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്താണെങ്കിൽ നമ്മുടെ വാസവനെ വിളിച്ച് പറയാണ്, എവിടെയാണ് വിക്രം ഒളിച്ച് താമസിക്കണതെന്ന് എനിക്ക് മനസ്സിലായി, ഞങ്ങളത് സ്കെച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അവനെ അവിടെ നിന്ന് പൊക്കണമെന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വേദ മറിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ വേദ വിക്രത്തിനെ രക്ഷിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.